കഴിഞ്ഞ ദിവസം കൊളോംബ എന്ന ഈസ്റ്റർ കേക്കിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നമ്മൾ ആ ബേക്കറിയിൽ പോയി അവർ തയ്യാറാക്കുന്നതെല്ലാം കണ്ട് ഒരു 3 ദിവസത്തോളം ഞാൻ അവരുടെ കൂടെ തീർന്നാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റാലിയയിലും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ. അപ്പോൾ വീഡിയോ ഞാൻ അവർക്ക് ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. അവർക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി, കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ പേരിലായിരിക്കാം ഈസ്റ്ററിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഒരു കിറ്റ് അവർ കൊടുത്തയച്ചു. ഇതാണ് ആ കിറ്റ്. ഞങ്ങളിത് ഇന്നലെ ഇത് ഓപ്പൺ ചെയ്തില്ല. ഇന്ന് ഈസ്റ്ററിന്റെ പിറ്റേ ദിവസം, ഇന്ന് പസ്ക്വത്ത, അതായത് പാസ്കോ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ ഈസ്റ്ററിനെ പറയുന്നത്. പസ്ക്വത്ത എന്നാൽ ലിറ്റിൽ ഈസ്റ്റർ, അതായത് ഈസ്റ്ററിന്റെ പിറ്റേന്ന് ഞങ്ങൾക്ക് അവധിയാണ്. അപ്പോൾ ഇന്ന് പസ്ക്വത്തയ്ക്ക് നമുക്കിത് ഓപ്പൺ ചെയ്യാമെന്ന് കരുതി ഞങ്ങളിങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്നത്തെ ദിവസത്തെ ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത് നമ്മുടെ കുക്കുടിച്ചാമിയാണ്. ഒരു വീഡിയോ ഫുള്ളായിട്ട് അവൾക്ക് ചെയ്യണം, അവൾക്ക് തന്നെ മുഴുവൻ കാര്യങ്ങളും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ തന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് മുമ്പിലത്തെ മുടിയൊക്കെ കുറച്ച് വെട്ടിക്കളഞ്ഞു. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടത് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സ്വന്തം കരവിരുതാണ് ആ നെറ്റിയിൽ കാണുന്നത്, കയറി ഇറങ്ങി കിടക്കുന്നത്. അപ്പൊ എന്തായാലും കുക്കുടിച്ചാമിയുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. Ciao a tutti, io sono Vittoria e dall'antico forno ci hanno dato un pacchetto e oggi noi lo scopriamo cosa c'è all'interno. Come vediamo, come c'è scritto che è al pistacchio, quindi dovrebbe essere qualcosa al pistacchio. Non lo sappiamo? Lo scopriremo presto. Dobbiamo vedere assolutamente cosa c'è dentro. Wow, è il pistacchio. Apriamo che cosa c'è. Piano, piano. Vittoria, piano. La colomba. Oh, non tutto una cosa. Aspetta. Wow, crema di pistacchio. Bellissimo. Guardate. Ecco la crema di pistacchio. Ecco cos'era. Una bella torta. La colomba. Una bella colomba. Ah, la colomba al pistacchio. La colomba. Aspetta, fammela prendere. Ok. Ecco qua. La colomba al pistacchio. Apriamola. Guardate. Tutta bella e pistacchiosa. Grazie antico forno! Grazie per questa torta. Che ha un buon odorino. Grazie. നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ ഓപ്പൺ ചെയ്തു. ഇവിടെ എല്ലാവരും ഭയങ്കര അക്ഷമരായി കാത്തിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഞാൻ ഈ കൊളോംബ എന്നുള്ള കേക്ക് ഭയങ്കര സോഫ്റ്റ് ആണ്, പഞ്ഞിക്കെട്ട് പോലെയാണെന്നൊക്കെ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ, പറഞ്ഞ് കേട്ടുള്ള അറിവ് മാത്രമല്ലേ ഉള്ളൂ. നമുക്കിത് കണ്ടു നോക്കാം എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഒരു, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇത് അമഴ്ത്തി തൂക്കിയിട്ടാണ് തണുക്കാൻ വെക്കുന്നത് എന്നൊക്കെ. അപ്പം അത്
അതൊക്കെ എങ്ങനെയാണ് ഈ ഒരു കേക്കിന്റെ ഫോമിനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് അത്രയും മൃദുത്വമുള്ള ഒരു കേക്കായിട്ട് മാറുന്നതെന്ന് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. എല്ലാവരും ഭയങ്കര ഇന്നലെ കിട്ടിയതാണ്, പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് കഴിക്കാനായിട്ട് എല്ലാവരും ഭയങ്കര അക്ഷമരായി കാത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കത് കേക്ക് കട്ടിങ്ങിലേക്ക് കടക്കേണ്ടി, അവിടെ കുക്കുടു കത്തിക്ക് വേണ്ടി വഴക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോട്ടോ. ഓക്കെ. Io adoro tantissimo la colomba e mi sono sempre chiesta come fanno a farla così morbida, perché è morbidissima. Finalmente, grazie allo scorso video, ora lo so. ഈ ഈസ്റ്റർ കേക്ക് എന്താണെന്നും അതിൻ്റെ കഥ എന്താണെന്നും അതിൻ്റെ ചരിത്രം എന്താണെന്നും അതെങ്ങനെ തയ്യാറാക്കുന്നു എന്നുള്ളതുമൊക്കെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇറ്റാലിയൻ വ്ളോഗും ഉണ്ട്, മലയാളം വ്ളോഗും ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. വളരെ രസകരമായ ഒരു പ്രിപ്പറേഷനും വളരെ രസകരമായ ഒരു കഥയും ഒക്കെയാണ് ഈ കൊളോംബ എന്ന ഈസ്റ്റർ കേക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. പുതിയ വീഡിയോകളും പുതിയ കാഴ്ചകളും പുതിയ അറിവുകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Bye bye. See you next time.